എവിടെയാണെങ്കിലും hello guys, welcome to the next section of Faraday and Henry experiment. So we already discussed about the basic experiment of Faraday and Henry. So the material required of this experiment were a bar magnet is there and a solenoid is there. It connected with a galvanometer, right? So before going to the next section of this experiment, അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ we could explain about the ഈസ്റ്റഡ് പ്രിൻസിപ്പിൾ. ഈസ്റ്റഡ് പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ ഇവിടെ റീകോൾ ചെയ്യുകയാണ്. If a coil is carrying current or flowing current, the coil become a magnet itself. ഒരു കോയിലിലൂടെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് മാഗ്നെറ്റ് ഓർ ഇറ്റ് പ്രൊഡ്യൂസസ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓർ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ്, റൈറ്റ്? ഈസ്റ്റഡ് എന്നാണ് പറഞ്ഞത്, എവിടെയാണോ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നത് then it automatically become a magnet also, or it provides some magnetic properties also. Okay, so listen, we are going to the next part of this experiment or second experiment of Michael Faraday. So this is a coil or simply solenoid. The terminals of this solenoid is connected with a cell. For what purpose we are using this cell? To provide the current or electricity, current or potential കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. So this conductor is carrying current. This conductor is carrying current. So this conductor or solenoid become a magnet itself. This is a magnet. Okay, so listen, by who suggested? Eastern suggested in 1820. He suggested that if there is a current flow through a conductor, it becomes magnet. അപ്പോൾ ഇത് മാഗ്നെറ്റ് ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്? നമ്മൾ ഒരു സോളിനോയിഡ് എടുത്തു, കണക്റ്റഡ് വിത്ത് ദി ഗാൽവനോമീറ്റർ. എ മാഗ്നറ്റ് ഇസ് ദർ, ഒരു മാഗ്നറ്റ് ഉണ്ടായിരുന്നു. ആ മാഗ്നറ്റിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അങ്ങനെ മൂവ് ചെയ്ത സമയത്ത് വി ഹാവ് 5 സ്റ്റെപ്സ്. ഫസ്റ്റ്, ഞാൻ ഒന്നുകൂടി റീകോൾ ചെയ്യാം പഴയ ബേസിക് എക്സ്പെരിമെന്റ്. ഫസ്റ്റ്, നിയർ ടു ദി എനിവർ, റെസ്റ്റ് എനിവർ. സെക്കൻഡ്, മൂവിങ് ടുവേർഡ്സ് ദി കോയിൽ. തേർഡ്, റെസ്റ്റ് നിയർ ടു ദി സോളിനോയിഡ്. തേർഡ്, withdrawing from the solenoid. Fourth, rest anywhere. ഇതായിരുന്നു നമ്മുടെ 4 സ്റ്റെപ്പ്. ഓക്കെ, സെയിം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബാർ മാഗ്നറ്റിനെ മാറ്റിയിട്ട് ദിസ് മാഗ്നറ്റ് ഓർ ഈസ്റ്റഡ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യിച്ച് മാഗ്നറ്റ് ആക്കുന്ന ഈ മാഗ്നറ്റിനെ പറയുന്ന പേരാണ് സിംപ്ലി ഇലക്ട്രോമാഗ്നറ്റ്സ്. എന്താ പറയാ? ഇലക്ട്രോമാഗ്നറ്റ്സ് എന്നാ പറയാ, ഇലക്ട്രോമാഗ്നറ്റ്സ്. സോ there are 2 magnets are there. First one, electromagnets. Second one, simply as usual magnet or bar magnet, something like that. It's called, otherwise it's called permanent magnet. This is temporary magnet. So there are 2 types of magnets. First one, can I use this part? First one, full നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എ ബാർ മാഗ്നറ്റ്. സോ ഞാൻ എഴുതുന്നില്ല, ബിക്കോസ് ഇത് ഫുള്ളാണ്, അതുകൊണ്ട് എഴുതുന്നില്ല. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദർ ആർ 2 ടൈപ്സ്, നിങ്ങളുടെ നോട്ടിൽ കാണണം. 2 ടൈപ്സ് magnets are there. First one, temporary magnet, otherwise it is electromagnets. Second one, simply magnet or it is permanent magnet. So സാധാരണ നമ്മൾ കാണുന്ന മാഗ്നറ്റ് പെർമനന്റ് സ്വഭാവമുള്ള മാഗ്നറ്റുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ ദി മെറിറ്റ്സ് ഓർ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദസ് 2 മാഗ്നറ്റ്സ്? ഏതൊക്കെ? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റും ഒരു സാധാരണ കോമൺ യൂഷ്വൽ മാഗ്നറ്റും ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതി വെക്കണം. ഫസ്റ്റ് വൺ,
permanent magnets always produce some or fixed amount flux. For example, we have a magnet, bar magnet. This is a bar magnet. So this is producing X. What will be tomorrow? What will if this is producing X? Next day അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഹൗ മച്ച് എത്രയായിരിക്കും ആ ദിവസം ഇത് പ്രൊഡ്യൂസ് ചെയ്യുക 5. നാളെ കഴിഞ്ഞിട്ട് എപ്പോഴും ഇത് എത്രയാ ഒരു സിമ്പിൾ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ഫ്ലക്സ് ആയിരിക്കും. ഓൾവേസ് ഇറ്റ് പ്രൊഡ്യൂസസ് എ കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് ഫ്ലക്സ്. പിന്നെ നിങ്ങൾക്ക് ഡീകേ ആകുന്ന സമയത്തൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും വി ക്യാൻ സേ ദാറ്റ് എ പെർമനന്റ് മാഗ്നറ്റ്, റൈറ്റ്? അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇങ്ങനെ തുടർച്ചയായി നിന്നുകൊണ്ടിരിക്കും. വാട്ട് അബൌട്ട് ദീസ് ഇലക്ട്രോമാഗ്നറ്റ്? ഇത് ഇലക്ട്രോമാഗ്നറ്റ് ആണല്ലോ, ഓർ സിംപ്ലി ടെമ്പററി മാഗ്നറ്റ്. വൈ ഇറ്റ്സ് കോൾഡ് സോ? എന്തുകൊണ്ട് അതിനെ നമ്മൾക്ക് ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയാൻ കാരണം, ലിസൺ, ഇഫ് ദിസ് സെൽ ഇസ് ഡിസ്കണക്റ്റഡ് ഓർ this is disconnected, if this cell is disconnected, what is this? Simply coil. It is a coil, simple coil. ഇത് കോയിൽ മാത്രമാണ്. കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ടോ? No. If there is no current, it is a simple coil or simple conductor. ഒരു കണ്ടക്ടറിനെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പം it is temporary, using for temporary purpose. Okay. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു സാധാരണ മാഗ്നറ്റ് ആകുന്ന സമയത്ത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഫ്ലക്സ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഹിയർ ഇവിടെ നോക്കൂ, ഇവിടെ യു ക്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിൽ യു ക്യാൻ വേരി ദി എമൗണ്ട് ഓഫ് ഫ്ലക്സിന്റെ തോതിനെ അല്ലെങ്കിൽ ഫ്ലക്സിനെ വി ക്യാൻ വേരി, നമുക്ക് വേരി ചെയ്യിക്കാനായി പറ്റും. ഹൗ? നോക്ക്, ഇഫ് യു നീഡ് മോർ ഫ്ലക്സ്, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരുപാട് കറണ്ട് കൊടുക്കാം. ഓക്കെ, 5 ആംപിയർ എന്നുള്ളത് നിങ്ങൾക്ക് 10 ആംപിയർ എന്നാക്കാം. സോ എന്തായി? എമൗണ്ട് ഓഫ് കറണ്ട് ഇസ് ഇൻക്രീസ്ഡ്. ഒബ്വിയസ്ലി ദ ഫ്ലക്സ് വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്താണിത്? ഇത് ടെമ്പററി മാഗ്നറ്റ് ആണ്. ടെമ്പററി മാഗ്നറ്റിന്റെ കേസിൽ നമുക്ക് വി ക്യാൻ അഡ്ജസ്റ്റ് ദി ഫ്ലക്സ്, വൈൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ദി കേസ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ് ലൈക്ക് ബാർ മാഗ്നറ്റ് ഓർ യു ഷേപ്ഡ് വാട്ട് എവർ ഇറ്റ് ഇസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്ലക്സ് കാൺട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാനേ പറ്റില്ല. 5 ആണെങ്കിൽ എപ്പോഴും 5 ഫ്ലക്സ് ആയിരിക്കും അതിങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി മെയിൻ property of these two magnets. And what about the നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ് സ്റ്റഡിക്ക് വേണ്ടി ഞാൻ ഒരു പോയിന്റ് കൂടി വേണമെങ്കിൽ പറയാം. ഫ്ലക്സ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് കാലക്രമം, ഞാൻ നേരത്തെ ഡീകേ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അത് ഡീകേ ചെയ്യും. ഫ്ലക്സ് സാധാരണ പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഫോർ ടേക്കിംഗ് എ പീസ് ഓഫ് മാഗ്നറ്റ് ആൻഡ് എ റോഡ് ഓഫ് അയൺ, എ സിമ്പിൾ വെരി വളരെ കുറച്ച് ഷോർട്ട് ലെങ്ത് ആയിട്ടുള്ള ഒരു അയൺ എടുക്കുന്നു. നമ്മൾ ഒരു കൊല്ലം മുന്നേ നമ്മൾ ചെയ്ത് നോക്കുക എത്രയാണ് മിനിമം ഡിസ്റ്റൻസിൽ ഈ മാഗ്നറ്റ് അയണിനെ പിക്ക് ചെയ്യുന്നത്, എടുക്കുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ആ ഒരു മിനിമം ഡിസ്റ്റൻസ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഒരു കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഡിസ്റ്റൻസിൽ വെച്ചാൽ ഈ അയണിനെ ഈ മാഗ്നറ്റ് പിടിക്കൂല. കാരണം എന്താ? ഇതിൻ്റെ പ്രോപ്പർട്ടി ഡീകേ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? കാലം കഴിയുന്നതിനനുസരിച്ച്, ടൈം ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് പെർമനന്റ് മാഗ്നറ്റ് വിൽ ലൂസ്. എന്ത് ചെയ്യും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് പെർമനന്റ് മാഗ്നറ്റ് ഇങ്ങനെ ലൂസായി വരും. വൈ? ലിസൺ, ഇവിടെ അങ്ങനെ ലൂസ് ആവുമോ? നോ. എന്തുകൊണ്ട് നോ എന്ന് പറയാൻ കാരണം this is depends upon the this cell. ഈ സെല്ല് നമ്മൾ എത്ര കാലം ഈ പൊട്ടൻഷ്യൽ നിർത്തുന്നുണ്ടോ അത്ര കാലം അത് ഫിക്സ്ഡ് ഫ്ലക്സ് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് ആണെങ്കിൽ അത്ര എമൗണ്ട്. ഡീകേ എന്ന് പറയുന്ന സ്വഭാവമില്ല. ലീവ് ഇറ്റ്. ഓക്കെ, ഒന്നായിട്ട് ലീവ് ചെയ്യില്ലേ, അത് ഒരു പാർട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. Anyway, listen. We are going to the second experiment. Okay, this is a magnet, not a coil or solenoid, whatever it is. This is considering as a magnet itself. Which magnet? Electromagnet or temporary magnet. So, then what are the steps we discussed above previous lecture? What are they? First,
first this is my solenoid. Here it is solenoid and this is my magnet. So first point, rest anywhere. Second point, rest away from the coil. First point. Second point, move towards the coil. Third point, rest near to the coil. Fourth point, withdrawing from the coil, rest anywhere. നേരത്തെ 5 പോയിന്റ് പറഞ്ഞിരുന്നത് ബേസിക് എക്സ്പെരിമെന്റിൽ. ലൈക്ക് ദാറ്റ് ഇവിടെയും 5 പോയിന്റ് 5 പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ഓക്കെ, സോ 5 പോയിന്റ്സ് ആർ ദർ. ഫസ്റ്റ് വൺ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേ ലെക്ചറാണ്, അതേ ക്ലാസ് ആണ്, ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഫസ്റ്റ് വൺ, റെസ്റ്റ് അവേ ഫ്രം ദി കോയിൽ. റെസ്റ്റ് അവേ ഫ്രം ദി കോയിൽ. ലിസൺ, ഞാൻ ആ ഫ്ലക്സ് ചേഞ്ച് ആരോ ചോദിച്ചിരുന്നു. they asked about the changing flux or flux change നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒന്നുകൂടി വരച്ചൊന്ന് കാണിക്കാം. ഓക്കെ, so listen, this is the first point. Let's call it as A. And listen, rest away from the coil is this coil, or sorry, this is not a coil but it is electromagnet, right? ഞാൻ തന്നെ പറയാണ് പിന്നെ കോയിലിന്, sorry, this is an electromagnet, right? So this electromagnet is rest at A. Is this disturbing on the this coil? ഈ കോയിലുമായിട്ട് സോളിനോയിഡുമായിട്ട് ഇത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്താ പറഞ്ഞിരുന്നത്? അവിടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്തത് കൊണ്ട് ഷെയ്ക്ക് അല്ലേ, നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ക്ക് അല്ലാത്തത് കൊണ്ട് എന്ത് പറയുന്നുണ്ട്? ഷെയ്ക്ക് അല്ലാത്തത് കൊണ്ട് ഇയാള് അറ്റ് എ പോയിന്റ് ഇവിടെ റെസ്റ്റിലാണ് നിൽക്കുന്നത്. നോട്ട് ഡിസ്റ്റർബിങ് or not applying any type of pressure, or technically it is potential, not exerting any type of pressure or potential. So this is at rest, so zero current is induced on this galvanometer. ബാക്കി എല്ലാം അങ്ങനെ തന്നെ കേട്ടോ. ഈ സോളിനോയിഡിന്റെ രണ്ട് എൻഡും ഗാൽവനോമീറ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ റെസ്റ്റ് away from the coil, the result or the observation of the galvanometer will be zero. Or doesn't move, the needle does not move. Okay, so what about the next? Moves it. Second point, move to the coil. The second point, move towards the coil. Moves towards the coil. അങ്ങനെ moves towards the coil ആകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഫ്ലക്സ് ചേഞ്ചസ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, റൈറ്റ്? ഫ്ലക്സ് ചേഞ്ചസ് എന്നാ പറഞ്ഞിരുന്നത്. അന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു ഫ്ലക്സ് ചേഞ്ചസ് എങ്ങനെയാ സാറേ ഫ്ലക്സ് ചേഞ്ച് ആവുക എന്നുള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ നോക്കുക, ഞാൻ ഇവിടെ 2 ഫ്ലക്സ് ലൈനുകൾ വരയ്ക്കുന്നുണ്ട്. ലിസൺ, ദിസ് ഇസ് 1. സോ ലിസൺ, 1 2 3 4. ഗ്രീൻ ഫ്ലക്സ് ഉണ്ട് 1 4 ഫസ്റ്റ് ആൻഡ് ഫോർത്ത്. ഫീൽഡ് ലൈൻ ഇസ് away from the coil, അല്ലേ? ഈ കോയിലിന്റെ ഉള്ളിൽ കൂടി പോയി 1ഉം 4ഉം ഫസ്റ്റും 4ഉം ഇല്ല, ഇറ്റ് ഇസ് away. ബട്ട് ദി സെക്കൻഡ് ഫ്ലക്സ് ഫീൽഡ് ഓർ തേർഡ് ഫീൽഡ്, ഞാനിങ്ങനെ വരച്ച് പറയുന്നത് ഫീൽഡ് 5 4 ഒന്നും വിചാരിക്കരുത്, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഫീൽഡ് വിൽ ഗോസ് ത്രൂ ദി കോയിൽ ഓർ ഗോസ് ത്രൂ ദി സോളിനോയിഡിന്റെ ഉള്ളിലൂടെ പോവില്ലടാ, പോവും. ഈ 2 എണ്ണം പോവും. while 1 and first and fourth field will not go through the solenoid, it is away, right? ഇനി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മൂവ് ടു ദി കോയിൽ. ഇത് ഇപ്പോ എത്ര എണ്ണ പോകുന്നത്? 2 എണ്ണം മാത്രമാണ്, 2 ഫ്ലക്സ് ലൈനുകൾ മാത്രമാണ് ഈ കോയിലിന്റെ ഉള്ളിൽ കൂടി പോകുന്നത്. അതുകൊണ്ട് എ എന്ന് പറഞ്ഞ പോയിന്റിൽ സാർ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, എയിൽ 2 ഫ്ലക്സ് ആണ് പോകുന്നത്. ദിസ് ഇസ് എമൗണ്ട് ഓഫ് ഫ്ലക്സ്. ഓക്കെ, ഇനി സാർ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. ഈ സോളിനോയിഡിനെ എടുത്തു ഇവിടുന്ന് കൊണ്ടുപോവാ കേട്ടോ. ഓക്കെ, എടുത്തിട്ട് സാർ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ലിസൺ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഇതാ ഇവിടത്തേക്ക് എത്തി കേട്ടോ, ഇതാ തൊട്ടടുത്തെത്തി. ഓക്കെ, ഇങ്ങോട്ടേക്ക് എത്തി. റാസേ, നീ പറയണ്ട അവിടെ വലിയ പിന്നെ മാഗ്നറ്റ് ആയിരുന്നു, ഇവിടുത്തെ ഇലക്ട്രോമാഗ്നറ്റിന്റെ സൈസ് കൂടി ഒന്നും പറയല്ലോ കേട്ടോ, ജസ്റ്റ് സോറി, ദയവ് ചെയ്ത്. ഓക്കെ, റാസിനെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ന്യായങ്ങളൊക്കെ ആയിട്ട് വരുവാണ്. ഓ എനിവേ, നമ്മളെ
അഭിജിത്ത് അല്ലേ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഓർക്കുന്നില്ല. എനിവേ ലിസൺ. സോ ഇപ്പോൾ നോക്കടാ, ഇപ്പോൾ നോക്ക്. ഇപ്പം നേരത്തെ എവേ എന്ന് പറഞ്ഞിരുന്ന ആളും എങ്ങനെ പോവാ, ഇതാ ഇതിൽ കൂടി. സെക്കൻഡ് എങ്ങനെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്തത്. ഗ്രീൻ ആയിട്ട് വരച്ച്, ഗ്രീൻ ഇവിടെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒക്കെ റെഡിലാണ് വരയ്ക്കുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞ ആളെ എങ്ങനെ പോകും, ഇങ്ങനെ പോകും. തേർഡോ ഇങ്ങനെ പോകും. ഫോർത്തോ അതും ഇതിലെ. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എല്ലാം ഈ കോയിലിന്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ സോളിനോയിഡിന്റെ ഉള്ളിലൂടെ അല്ലേ പോവുക, ആണ് അല്ലേ? കാരണം നമ്മൾ ഇത്ര ഉള്ളത് ഇങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം ഇതിനുള്ളിൽ കൂടെ പോകും അല്ലേ? അപ്പം അറ്റ് ബി, പൊസിഷൻ ബിയിൽ എത്രയുണ്ട്, 4 ഫ്ലെക്സ് ഉണ്ട്. പൊസിഷൻ എയിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ, 2 ഫ്ലെക്സ് ഉണ്ടായിരുന്നുള്ളൂ, ഫീൽഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2-ൽ നിന്ന് 4-ലേക്ക് മാറി. ഫ്ലെക്സ് ചേഞ്ചസ്. ഓക്കെ, ഫ്ലെക്സ് ചേഞ്ചസ്. അതുകൊണ്ട് മൂവ് ടു ദി കോയിൽ, ദർ വിൽ ബി എ ഡിഫ്ലക്ഷൻ towards right. Why towards right? Because this action is taking as positive. നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ്, ഇങ്ങോട്ടുള്ള പോസിറ്റീവ് ആണ്, അങ്ങോട്ടുള്ള നെഗറ്റീവ് ആയിരിക്കും. ഇറ്റ്സ് കോമൺ തോട്ട്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദി നെക്സ്റ്റ്? റെസ്റ്റ് നിയർ ടു ദി കോയിൽ. ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ കോഡ് അനുസരിച്ച്, എൻട്രൻസ് കോഡ് അനുസരിച്ച് എന്താ, is there any shaking? No, there is no shaking. So that it will not produce any type of induced EMF or induced current. Induced current produce ചെയ്യില്ല. കാരണം എന്താണ്? It's not shaking. Shake current, shake induced current. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഷേക്കിംഗ് ഇല്ല. അത് എൻട്രൻസിന്റെ ടെക്നിക്കാണ്. മനസ്സിലാക്കാൻ വേണ്ടി, തിയറി മനസ്സിലാക്കാൻ വേണ്ടി ഇതെന്നെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ 4 ഫ്ലെക്സ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെക്സ് ഇസ് നോട്ട് ചേഞ്ചിങ്, കോൺസ്റ്റന്റ്ലി പ്രൊഡ്യൂസിങ് 4 ഫ്ലെക്സസ് or simply X amount of flexes. So it will not changes the flex so that it will not change if there is no flex change, which mean there is no EMF were induced. അവിടെ ഒരു പുതിയ EMF ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് we can say that it is 0. Again, this is B position. So again we are moving or withdrawing or moving towards the A position. What happens? This 4 becomes 3.9, 3.8, 3.5, 3 something up to 2. So constantly changing. Flux is changing. So that there will be a deflection towards left. Why? Because first നമ്മൾ galvanometer നോക്കി വേണ്ടത് റൈറ്റിലേക്കാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. So there will be a minus sign. So it deflect towards left. And rest anywhere, if it is rest anywhere B or C, whatever it is, how much flex, 1 or how much 3 or how much X, so it is continuously X. That's why there is not changing the flex. Okay, this is the second experiment. And what is the result of this experiment also? It is you know that the same, the observation will be same. Okay, observation is same. What is it? If and the induced EMF of or the induced current will produce if and only if there is a shake current or a shaking, or if there is a flux changes. Technically, or it is called, as a physics student we can use that if flex changes. For നമുക്ക് ഇങ്ങനെ ഒരു സിംപിളി എൻട്രൻസിനൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയാ, if there is shaking means flux changes, so that if the induced current is produced if and only if there is a definite flux changing. X is going towards Y or Y becomes Z, so flux is changing. So there will be an induced current. Okay, this is the second experiment. So we are going to the next part. Okay, I hope you are